ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണിക്കാൻ പോകുന്നത് 2 ചിക്കൻ സൂപ്പ് റെസിപ്പീസാണ്. ആദ്യത്തേത് കഞ്ഞിവെള്ളം കൊണ്ടൊരു ചിക്കൻ സൂപ്പാണ്. രണ്ടാമത്തേത് നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. ആദ്യം നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ചിക്കൻ സൂപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ ബ്രസ്റ്റ് പീസ് ആയാലും മതി. പിന്നെ വേണ്ടത് കഞ്ഞിയുടെ വെള്ളമാണ്. അതിപ്പോൾ ഒരു 5 മുതൽ 6 കപ്പ് വരെ എടുക്കുക. ഞാനിപ്പോൾ ഒരു 5 കപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തന്നെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് വെക്കുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ചോറിൻ്റെ വെള്ളമാണ്. പിന്നെ വേണ്ടത് സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസാണ്. ഞാനിവിടെ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ വലിയൊരു സവാളയും, പിന്നെ വേണ്ടത് കുറച്ച് ക്യാബേജ് ലീവ്സാണ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്ന് വെറുതെ ജസ്റ്റ് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിൾസൊക്കെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂണ് കുരുമുളകാണ്. കൂടെ നമുക്ക് ചിക്കൻ പീസസും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത്യാവശ്യം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കഞ്ഞിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം. കഞ്ഞിയുടെ വെള്ളമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പാത്രം തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ചിക്കനൊക്കെ വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും അതുപോലെ തന്നെ ഗ്രീൻ പോർഷനും വേറെ വേറെ ആയിട്ട് അരിഞ്ഞ് വെക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് ചെറുതായിട്ട് അരിയണം, ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഈ അരിച്ചെടുത്ത വെള്ളവും പിന്നെ അതിലുള്ള ചിക്കൻ പീസസും മാത്രമേ ആവശ്യമുള്ളൂ. ഇതാണ് നമുക്ക് ചിക്കൻ സൂപ്പിലേക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് വാട്ടർ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ പീസസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യുക. ഇപ്പം ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഈ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത റെസിപ്പി കുറച്ച് സ്പൈസി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ പഞ്ചസാര, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സൂപ്പിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലും നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം കഞ്ഞിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്ത വേവിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബേ ലീഫും ചിക്കനും ഒന്ന് മാറ്റാം. ഇതാണ് സ്റ്റോക്ക് വാട്ടർ. ഞാനിവിടെ മാറ്റി വെച്ച ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്തിട്ട് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാബേജ് അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സോസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പിന് കുറച്ച് കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കഞ്ഞിവെള്ളം ഓൾറെഡി കുറച്ച് കട്ടിയുള്ളതാണല്ലോ. അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി. അപ്പോൾ എൻ്റെ ഈ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.